ഹലോ, ആർട്ട്ലെസ് മീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ വെഞ്ചർ തുടങ്ങിയിട്ട് ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ബേസിക്സ് മുതൽ ഫ്രം ദ സ്ക്രാച്ച് ഈ ചാനലിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമ്മൾ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് വാട്ടർ കളർ പെയിൻറ്റിങ്ങിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മൾ ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് വിലേൻ്റെ സാധനമൊന്നും വാങ്ങില്ലല്ലോ. അപ്പം നമുക്ക് മിനിമം വില കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്തൊക്കെ സാധനം വേണ്ടതെന്ന് നോക്കാം. വാട്ടർ കളർ പെയിൻറ്റ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആർട്ടിസ്റ്റ് ക്വാളിറ്റി വാങ്ങുക, ക്യാമലിൻ്റെ. സ്റ്റുഡൻറ്റ് ക്വാളിറ്റി വാങ്ങരുത്. ഇതിന് ഏകദേശം ഒരു 170 റുപ്പീസിനടുത്താണ് വരുന്നത്. ഇത് 5 ml 12 ഷെയ്ഡ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട കളേഴ്സൊക്കെ അതിനകത്തുണ്ട്. വാട്ടർ കളർ പേപ്പേഴ്സ് ചാർട്ട് റോൾസ് വാങ്ങാൻ കിട്ടും. ഏകദേശം ഒരു 25 റുപ്യാണ് ഇതിന്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് വേണ്ട സൈസിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പം ക്യാൻസൻ്റെയും ബ്രൂസ്ട്രോൻ്റെയും ഒക്കെ ബുക്ക് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആവും. അപ്പോൾ അതിന് പകരം ഇത് വാങ്ങി നമുക്ക് വേണ്ട സൈസിലേക്ക് പ്രാക്ടീസ് പേപ്പർ പോലെ മുറിച്ചെടുക്കാം. പിന്നെ അതേപോലെ പോർട്ട്ഫോളിയോ പോലെ ഫയൽ ചെയ്യാനും ഒക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സൈസിൽ മുറിച്ചിട്ട് വരച്ചാൽ മതി. വാങ്ങുമ്പം കോൾഡ് പ്രസ്ഡോ റഫ് പ്രസ്ഡോ വാങ്ങുക. ഹോട്ട് പ്രസ്ഡ് ഇപ്പം വാങ്ങണ്ട. ഒരുപാട് വാട്ടർ കളർ ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ കുറച്ചെണ്ണം മതി. അത് ക്യാമലിൻ്റെ കിട്ടും. ഇത് 00 സൈസാണ് അതിൻ്റെ തന്നെ. ഇതിന് ഏകദേശം ഒരു 25 രൂപേൻ്റെ മുകളിലാണ് വില വരുന്നത് ബ്രഷൊക്കെ. ക്യാമലിൻ്റെ ആകുമ്പോൾ നമുക്ക് വേണ്ട ബ്രഷ് സിംഗിൾ പീസായിട്ട് വാങ്ങാൻ കിട്ടും. അപ്പോൾ വേണ്ടത് മാത്രം വാങ്ങിയാൽ മതി. ഇത് ഫൈൻ ലൈനാണ്, ഡീറ്റെയിലിങ്ങിന് നല്ലതാണ്. റൗണ്ട് ബ്രഷ് അതേപോലെ ഡീറ്റെയിലിങ്ങിനും കുറച്ചൊരു ഏരിയ ഒക്കെ പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൗണ്ട് ബ്രഷും നല്ലതാണ്. ഫ്ലാറ്റ് കംപ്ലീറ്റ് വാഷിന് ശരിക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബ്രഷാണ് ഫ്ലാറ്റ്. ഇതെന്തായാലും വേണം. മോബ് അതേപോലെ വാഷിനും പോയിൻറ്റിങ്ങിനൊക്കെ നല്ലതാണ്. നന്നായി വെള്ളം കുടിക്കുന്ന ബ്രഷാണ്. അപ്പോൾ നമുക്ക് വെള്ളമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇത് വേറൊരു കമ്പനിയുടെ ബ്രഷാണ്. ഞാൻ റാൻഡമായിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതന്നെ വാങ്ങണമെന്നില്ല. അതേപോലെ സൈസ് വേരി ചെയ്യും. കമ്പനി അനുസരിച്ചിട്ട് ഇപ്പോൾ 1.5 എന്നുള്ളത് മറ്റേ കമ്പനിക്ക് ഇതേ സൈസ് ആയിക്കോളണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് വേണ്ട സൈസ് അനുസരിച്ച് നോക്കിയിട്ട് സാധനം വാങ്ങുക. വാട്ടർ കളർ പാലറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. വല്ല ചെറിയ വെസലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്ലേറ്റോ അതൊക്കെ മതി. അല്ലാണ്ട് ഇപ്പം തന്നെ ഇത് വാങ്ങിയിട്ട് പൈസ കളയണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് 2 ജാറ് വേണം. ഒരെണ്ണം കളർ കഴുകിക്കളയാനും ഒരെണ്ണം ജസ്റ്റ് വെള്ളം. നമുക്ക് വാട്ടർ കളർ പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ ശരിക്കും വേണ്ടത്. അപ്പോൾ അങ്ങനെ വെള്ളം എടുക്കാൻ, അപ്പോൾ പെയിൻറ്റിങ്ങിന് ഒരു കളർ വേരിയേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലോത്തും അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ അധികമായി പോയിട്ടുണ്ടെങ്കിൽ തുടച്ചെടുക്കാനാണ്. സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി അപ്സരേൻ്റെ സാധനങ്ങളാണ് നമ്മളൊക്കെ വാങ്ങുന്നത്. ഇവിടെയൊക്കെ അതാണെന്ന് തോന്നുന്നു മോസ്റ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അപ്സരേൻ്റെ 2H പെൻസിലാണ് വരയ്ക്കാൻ നല്ലത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് വരയ്ക്കുന്ന എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ റബ്ബറും ഷാർപ്പനറും സ്കെയിൽ പ്രിഫർ ചെയ്യുന്നില്ല. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ശരിക്കും നല്ലത്. മാസ്കിൻ ടേപ്പ് അത് പെയിൻറ്റിങ്ങിനെ ഡ്രോയിങ് ബോർഡിലേക്ക് ശരിക്കും ഒട്ടിച്ച് വെക്കാനാണ്. അപ്പോൾ പെയിൻറ്റിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ബക്കിളിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രോയിങ് ബോർഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കട്ടിയുള്ള കാർഡ് ബോർഡോ അല്ലെങ്കിൽ പ്ലൈ ബോർഡോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ റൈറ്റിംഗ് പാഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറക്റ്റ് സ്റ്റിഫായി നിൽക്കണം. വൈറ്റ് പെൻ അത് വൈറ്റ് ഏരിയാസ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഈ വൈറ്റ് പെൻ ശരിക്കും യൂസ്ഫുള്ളാണ്. അതിന് അറൗണ്ട് 60 റുപ്പീസ് വരും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. ഇതിനൊക്കെ വാങ്ങി വരുമ്പോഴേക്ക് ഏകദേശം ഒരു 400 റുപ്യേൻ്റെ അടുത്തൊക്കെ ആവും. അപ്പം അടുത്ത പ്രാവശ്യത്തേക്ക് ഇതൊക്കെ വാങ്ങി സെറ്റാക്കി വെക്കുക. ഇനിയും ലെസൺസും വീഡിയോസും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ അടിക്കുക. ഇനി അയ്യോ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ലേ എന്ന് പറയുന്ന എല്ലാവരും അടിപൊളിയായി വരയ്ക്കുക.